നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങി. മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഖരിച്ച കണക്കുകളാണ് ചർച്ച ചെയ്യുക. ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്ത് ഡീലുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഈ UDFന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രധാന കാരണമായി അവർ തന്നെ പറയുന്നത് ന്യൂനപക്ഷ വോട്ടർമാർ കൂട്ടത്തോടെ അവർക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു കൺസൾട്ടേഷനും ഇല്ല. ഡെവലപ്മെന്റ് ആണ് എല്ലാവരും ചർച്ച ചെയ്തത്. പിന്നെ പൊതു പൊളിറ്റിക്സ്, പിന്നെ കേരളത്തിൽ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതും പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയതൊക്കെ തന്നെ മതനിരപേക്ഷ മനസ്സുകളിൽ നല്ല മതിപ്പ് LDF സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ഡീലുണ്ടെങ്കിലും UDFും BJPയും എന്ത് ധാരണയുണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാനുള്ള ജനകീയ പിന്തുണ LDFനുണ്ട്. LDFന്റെ ഭരണം തുടരും. ഹരിമോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കുന്നു. മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഖരിച്ച കണക്കുകളാണ് പരിശോധിക്കുക. 75 സീറ്റ് ഏറെക്കുറെ ഉറപ്പ് എന്നാണ് CPMന്റെ പ്രാഥമിക വിലയിരുത്തൽ. അത് തീർച്ചയായിട്ടും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് CPMനുള്ളത്. അതിന്മേലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതായത് മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഖരിച്ച കണക്കുകൾ വിശദമായി പരിശോധിക്കുക, വിലയിരുത്തുകയാണ് ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിരുന്നു. പക്ഷേ ചില മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കടുത്ത മത്സരം നേരിട്ടു എന്നുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റികൾ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പാകെ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പൊതു വിലയിരുത്തൽ തന്നെയാണ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചെങ്കിലും തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത്. അതായത് നേരത്തെ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് UDFന് അനുകൂലമായി ഒരു ന്യൂനപക്ഷ ഏകീകരണമൊന്നും സംഭവിച്ചിട്ടില്ല, വികസനമാണ്, പൊതുവിഷയങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തത്. മാത്രമല്ല നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നത്, ഒപ്പം തന്നെ പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് തുടങ്ങിയതൊക്കെ മതേതര വോട്ടുകളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചെത്തി എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും ആശങ്കയ്ക്കടിസ്ഥാനമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ചില ആളുകൾ, അതായത് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പേരാമ്പ്ര സീറ്റിൽ ഫാത്തിമ തഹ്ലീൽ വിജയിക്കുമോ എന്നുള്ളൊരു സംശയം നേതൃത്വത്തിലുണ്ടായിരുന്നു. ആ കണക്കുകൾ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ G സുധാകരൻ വിജയിക്കുമോ എന്നുള്ള ആശങ്ക ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന് ഉണ്ട്. നേമത്ത് V ശിവൻകുട്ടിക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രകടിപ്പിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചയിലേക്ക് പാർട്ടി കൂട്ടിയും കിഴിച്ചും കണക്ക് കൂട്ടുന്നു. പക്ഷെ അപ്പോഴും മൂന്നാം ഊഴം ഉറപ്പാണ് എന്നുള്ളതാണ് CPMന്റെ നിഗമനം.